തൃശൂരിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ADGP MR അജിത് കുമാർ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച BJPക്ക് വേണ്ടിയാണെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് ഉദ്യോഗസ്ഥനെ ദൂതനാക്കുന്ന വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തല ഇടപെടൽ ആവശ്യമെന്നും ദേവസ്വങ്ങൾ. കുന്നംകുളം ACP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 2 ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷനെ KCCL-ന്റെ ആദരം. നൂതന സാങ്കേതിക നെറ്റ്വർക്ക് സംവിധാനമൊരുക്കിയും ജനകീയ പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് കേരള വിഷൻ ചെയർമാൻ PM നാസർ. ദേശീയപാത കുതിരാൻ കല്ലിടുക്കിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വലക്കാവ് മത്തായിച്ചിറ സ്വദേശി എബിൻ ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് ഇക്കാര്യം സമ്മതിച്ചത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. സ്വകാര്യ സന്ദർശനം ആയിരുന്നുവെന്നാണ് അജിത് കുമാർ വിശദീകരിച്ചത്. RSS നേതാവിന്റെ കാറിലാണ് ADGP എത്തിയതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട്. ദത്താത്രേയ തൃശൂരിൽ താമസിച്ച നക്ഷത്ര ഹോട്ടലിൽ ADGP MR അജിത് കുമാർ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. RSSന്റെ സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 മെയ് 22-ന് ADGP സന്ദർശിച്ചത് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ADGP MR അജിത് കുമാർ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച BJPക്ക് വേണ്ടിയാണെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ ആരോപിച്ചു. പോലീസ് പൂരം കലക്കി ജനവികാരം BJPക്ക് അനുകൂലമാക്കി. RSSനെ എതിർക്കുന്നവരാണ് LDF-ഉം UDF-ഉം. അത്തരത്തിൽ RSSന്റെ ഉന്നതനെ IPS ഉദ്യോഗസ്ഥൻ കാണാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയെയോ DGPയെയോ അറിയിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സന്ദേശമാണ് ADGP RSSനെ അറിയിച്ചത്. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് BJP വിജയിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി രാജിവെക്കണമെന്നും K മുരളീധരൻ പറഞ്ഞു. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP CPM അവിഹിത ബന്ധത്തിന്റെ തെളിവാണ് RSS നേതാവുമായുള്ള ADGPയുടെ സന്ദർശനത്തിലൂടെ വ്യക്തമായത് എന്ന് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. BJPയെ തൃശൂരിൽ ജയിപ്പിക്കാൻ ഗൂഢാലോചന നടന്നതായി സതീശൻ ആരോപിച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഒത്തുകളിയുമുണ്ടായി. പോലീസിനെ ഉപയോഗിച്ച് പൂരം കലക്കുകയാണുണ്ടായതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ RSS നേതൃത്വവുമായി രഹസ്യബാന്ധവമുണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ നടപടിയിൽ CPM കേന്ദ്ര നേതൃത്വം മറുപടി പറയണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. RSS മേധാവിയെ തൃശൂരിലെത്തി ADGP കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് EDയുടെ കരുവന്നൂർ അന്വേഷണ നാടകം സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കരുവന്നൂർ അന്വേഷണം എവിടെയെത്തിയെന്ന് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ദൂതനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയച്ച് RSS നേതാവുമായി ചർച്ച ചെയ്യാൻ മാത്രം വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞു. തൃശൂർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് ഉദ്യോഗസ്ഥർ പലരെയും കണ്ടിട്ടുണ്ടാകും. അത് അവരോട് തന്നെ ചോദിക്കണം. PV അൻവർ പാർട്ടി അംഗമല്ല. പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് ചില മാധ്യമ മുതലാളിമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും പൂരവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാര് പല ആളുകളെയും ഉദ്യോഗസ്ഥന്മാരുടെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്ന അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരത്തോട് കൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ വ്യക്തമല്ലേ. ആ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റിയില്ല. ഇവിടെ
ഒരു IPS ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ കാര്യനിർവഹണത്തിൽ പരിമിതി സംഭവിച്ചു എന്നിട്ട് സ്ഥലം മാറ്റുന്ന വലിയ നടപടിയില്ല. അങ്ങനെയല്ലേ ചെയ്യുക? ഗവൺമെന്റ് അതൊക്കെ സംബന്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. കൃത്യമായ ഉചിത നടപടികൾ ഇക്കാര്യങ്ങളിലുണ്ട്. RSSും CPMും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും ചില കോൺഗ്രസ് നേതാക്കളും ശ്രമം നടത്തുന്നുവെന്നും അതുകൊണ്ടാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നേരെയും CPMനെതിരെയും തുടർച്ചയായി ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. RSSനെ എക്കാലത്തും ശക്തമായി എതിർക്കുന്നത് CPM ആണെന്ന് ജനങ്ങൾക്കറിയാമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിലെ വോട്ട് ചോർന്നതാണ് കോൺഗ്രസ് RSS ബന്ധത്തിന്റെ തെളിവെന്നും വിജയരാഘവൻ പറഞ്ഞു. മുസ്ലിം വർഗീയ പാർട്ടികളെ കക്ഷത്തുവച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMന് RSS ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത്. ഇപ്പോൾ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് K സുധാകരനാണെന്നും തൃശൂരിലെ കോൺഗ്രസിനുണ്ടായ വോട്ട് നഷ്ടമാണ് കോൺഗ്രസിന്റെ BJP ബന്ധത്തിന്റെ തെളിവെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തൃശൂരിലെ വിജയം അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണെന്നും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ കൃത്യമായ തിരക്കഥയാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു. BJPയുടെ വിജയത്തിന് പിന്നിൽ RSSും മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. കൃത്യമായ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്. ADGP MR അജിത് കുമാർ RSS നേതാവിനെ സന്ദർശിച്ചത് ഇതിന്റെ തുടക്കമായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കേരള പോലീസിൽ സംഘപരിവാറിന് ശക്തമായ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ഇവർ കഴിഞ്ഞ 8 വർഷമായി ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, ജില്ലാ പ്രസിഡന്റ് MK അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, സെക്രട്ടറി സരസ്വതി വലപ്പാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടതുമുന്നണിയെയും പാർട്ടിയെയും പിളർത്താനും BJPയുമായി പുതിയ മുന്നണിയുണ്ടാക്കുവാനും CPMലെ പ്രബല വിഭാഗം ഗൂഢനീക്കം നടത്തുന്നതായി ആരോപണം. ഇതിന്റെ ഭാഗമായാണ് RSS നേതൃത്വവുമായി ADGP MR അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തിയതെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെയും നേതൃത്വത്തിൽ LDFൽ പുതിയ കുറുമുന്നണി രൂപപ്പെട്ടതായി ജോൺ ഡാനിയൽ വാർത്താക്കുറിപ്പിലൂടെ ആരോപിച്ചു. ADGP അജിത് കുമാർ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അതീവ രഹസ്യമായി കണ്ടത്. തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ തന്നെയാണ് അജിത് കുമാർ RSSന്റെ നേതാക്കളെ കണ്ടത്. കരുവന്നൂർ ബാങ്ക് പോലുള്ള വൻ തട്ടിപ്പുകൾ ഈ കാണലിൽ മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള ഉൾപ്പെട്ടിരിക്കുന്ന കേസുകൾ ഉൾപ്പെടെ ഈ RSSുമായി കണ്ടതിൽ തേച്ചു മാറ്റി കളഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പാറമക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തല ഇടപെടൽ ആവശ്യമെന്നും ദേവസ്വങ്ങൾ. പൂരം വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ്, പൂരം പ്രദർശനം, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ദേവസ്വങ്ങൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വെടിക്കെട്ട് കാണുന്നതിന് സ്വരാജ് റൌണ്ടിൽ ആളുകളെ പ്രവേശിപ്പിക്കണം. ഉത്സവങ്ങൾക്ക് ആന ലഭ്യതയ്ക്ക് അനുകൂലമായ സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. പൂരത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ പോലീസ് സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെങ്കിലും പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ അനാവശ്യ കാർക്കശ്യങ്ങൾ തർക്കങ്ങളിലേക്കും പൂരത്തിന്റെ ശോഭ കെടുത്തുന്നതിലേക്കും നീങ്ങുകയാണ്. തൃശൂർ പൂരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് പൂരം പ്രദർശന നഗരിയുടെ വാടക വർദ്ധിപ്പിക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നീക്കമാണ്. നേരത്തെ 5-6 ലക്ഷം രൂപ തറവാടക ഉണ്ടായിരുന്ന സ്ഥലത്തിന് ഇപ്പോൾ 2.25 കോടി രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. പ്രതിവർഷം 10% വർധനവും. ഇത് താങ്ങാനാവില്ല. മുൻകാലങ്ങളിലേതുപോലെ 42 ലക്ഷം രൂപ തറവാടക നിശ്ചയിച്ച് ഓരോ വർഷവും 5% വീതം വർധനവ് എന്ന രീതിയിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും തയ്യാറാകണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം ACP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്.
പോലീസ് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രേഷ്മ സതീഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് തോമസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 2 ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷന് KCCL-ന്റെ ആദരം. കഴിഞ്ഞ ദിവസം തൃശൂർ ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന COA സംരംഭക കൺവെൻഷനിലാണ് ബ്രോഡ്ബാൻഡ് ബിസിനസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കേരള വിഷനെ ആദരിച്ചത്. KCCL MD PP സുരേഷ് കുമാർ, ചെയർമാൻ K ഗോവിന്ദൻ എന്നിവർ ചേർന്ന് തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, KC ജോൺസൺ, RH ഹാരിസ്, ഓം പ്രകാശ്, V സിജോ എന്നിവർക്ക് ഉപഹാരമായി ചെക്ക് കൈമാറി. ജില്ലയിൽ 22 സബ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളിൽ 5 ലക്ഷത്തോളം ഡിജിറ്റൽ ഉപഭോക്താക്കളാണ് തൃശൂർ കേരള വിഷന് ഉള്ളത്. ജില്ലയിലെ മുഴുവൻ സബ് ഡിസ്ട്രിബ്യൂട്ടർ സംവിധാനത്തിലേക്ക് MPLS എന്ന നൂതന സാങ്കേതിക നെറ്റ്വർക്ക് സംവിധാനം ഒരുക്കിയും ജനകീയ പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ പറഞ്ഞു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി ഇന്ത്യയിലെ കുത്തക മുതലാളിത്ത കമ്പനികളുമായി മത്സരിച്ചുകൊണ്ട് 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളെയും കൂടെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി KCCL നടപ്പിലാക്കിയ നവകേരള പ്ലാൻ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. സബ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഓപ്പറേറ്റർമാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു വിജയം 2 ലക്ഷം കണക്ടിവിറ്റി എന്നുള്ള ഈ വിജയം നമ്മോടൊപ്പം കൂട്ടായി ഒരുമിച്ചു നിന്ന തൃശൂർ കേരള വിഷന്റെ കീഴിലുള്ള 22 സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമ്മൾ ഈ അംഗീകാരം സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും കൂട്ടായ ഒരു സഹകരണം തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ നേടിയെടുത്ത വിജയത്തിലുണ്ട്. ഈ ഓണത്തോടനുബന്ധിച്ച് 2.5 ലക്ഷം കണക്ഷൻ കൈവരിക്കുവാനാണ് തൃശൂർ കേരള വിഷന്റെ ലക്ഷ്യം. TCV ചാവക്കാട്. ദേശീയപാത കുതിരാൻ കല്ലിടുക്കിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മലക്കാവ് മത്തായിച്ചിറ സ്വദേശി മണ്ണിൽ വീട്ടിൽ 19 വയസ്സുള്ള എബിനാണ് മരിച്ചത്. കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപമാണ് അപകടം നടന്നത്. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന പാതയിൽ ഇടതുവശം ചേർന്ന് പോവുകയായിരുന്ന ബൈക്കിൽ ടോറസിന്റെ മുൻഭാഗം ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയുടനെ ബൈക്ക് യാത്രികനെ നാട്ടുകാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോറി ഡ്രൈവറെ PG പോലീസ് കസ്റ്റഡിയിലെടുത്തു. നോക്കി എന്നാരോപിച്ച് പെരുമ്പിലാവിൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. ബാരി ഹോം മാർട്ട് ജീവനക്കാരൻ പെരുമ്പിലാവ് അറയ്ക്കൽ സ്വദേശി പറമ്പത്താഴത്തിൽ വീട്ടിൽ മുഹസിൻ അലിക്കാണ് പരിക്കേറ്റത്. സമീപത്തെ പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് കടയിലേക്ക് നടന്നു വരികയായിരുന്ന മുഹസിൻ സമീപത്തെ റോഡിൽ നിന്നിരുന്ന യുവാവിനെ നോക്കി എന്നാരോപിച്ചാണ് യുവാവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 3-അംഗ സംഘം യുവാവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ യുവാവ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. %100 ആളുകൾക്കും ഭക്ഷ്യധാന്യം കൊടുക്കുന്ന പദ്ധതിയും എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പാക്കുന്ന റേഷൻ സംവിധാനം ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംപൂവം ആദിവാസി നഗറിൽ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് കേരളം വിശപ്പ് രഹിത കേരളമായി മാറാൻ കഴിയുന്നത്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇത്തരത്തിൽ മാറാൻ കഴിഞ്ഞിട്ടില്ല. 100% ആളുകൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുന്ന പദ്ധതി, എല്ലാ കുടുംബത്തിനും ഭക്ഷ്യധാന്യം ഉറപ്പാക്കാൻ കഴിയുന്ന റേഷൻ സംവിധാനം, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച് 10-28 വർഷമായി ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പലർക്കും കഴിയുമെന്നല്ലാതെ ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ നാട് കേരളമല്ലാതെ
മറ്റൊരു നാടിനെ അവകാശപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആ കാലത്ത് നമ്മുടെ മാർക്കറ്റിനെ ആശ്രയിക്കേണ്ട നമ്മൾ ആദിവാസി നഗറുകളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടകൾ പ്രത്യേകം ഏർപ്പാട് ചെയ്ത വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഇത് സ്ഥിരം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ശാസ്താംപൂവം ആദിവാസി നഗറിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ യാത്രക്കാരന്റെ ബാഗിൽ നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. കൊല്ലം സ്വദേശി ആസിഫ് ഇക്ബാലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാഗിൽ 8 പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. വിജയവാഡയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. SI തോമസ്, ASI അർഷാദ് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോലഴി കൊട്ടാരം മൂകാംബിക ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ നടപ്പുരയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് പണം കവർന്നത്. പുലർച്ചെ മേൽശാന്തി എത്തിയപ്പോഴാണ് ഭണ്ഡാരം കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീകോവിലിന്റെ ഓട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് ചെറിയ ഭണ്ഡാരത്തിലെ പണവും മോഷ്ടിച്ചു. ക്ഷേത്രത്തിനടുത്ത കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്ന കോണി ഉപയോഗിച്ചാണ് മോഷ്ടാവ് ശ്രീകോവിലിന്റെ മുകളിലേക്ക് കയറിയത്. ഭണ്ഡാരത്തിലെ നോട്ടുകളെടുത്ത് നാണയങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്നും വസ്ത്രങ്ങളും മോഷണം പോയിട്ടുണ്ട്. വിയ്യൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളി സന്ദർശിച്ചു. വികാരി ഫാദർ MV ശാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ഫാദർ ജോർജ് ചാക്കോ, കൈസ്ഥാനി PV ഷാജു, സെക്രട്ടറി CK ബിനു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രതിനിധികൾ, ഇടവക ജനങ്ങൾ എന്നിവരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. BJP ജില്ലാ ഭാരവാഹികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. സംഗീത നാടക അക്കാദമി ഭരണസമിതിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. അക്കാദമി നിർവാഹക സമിതിയിൽ നിന്ന് ഫ്രാൻസിസ് T മാവേലിക്കര രാജിവെച്ചത് ഒടുവിലെ ഉദാഹരണമാണ്. മറ്റൊരു നിർവാഹക സമിതി അംഗം VT മുരളി ഒരാഴ്ചയ്ക്ക് മുൻപ് രാജിവെച്ചിരുന്നു. ഫ്രാൻസിസ് T മാവേലിക്കര രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അയക്കുകയാണ് ചെയ്തത്. അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി കലാകാരന്മാരെ ദ്രോഹിക്കുകയാണെന്ന് രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സാംസ്കാരിക സംഘം ഉപജാപക സംഘങ്ങളുടെ പിടിയിലാകുന്നത് ഭൂഷണമല്ലെന്നും ഇടതുപക്ഷ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നും കത്തിൽ പറയുന്നു. കൈക്കൂലി നൽകാത്തതിനാൽ അനസ്തേഷ്യ നൽകാതെ ഓപ്പറേഷൻ ചെയ്ത ക്രൂരതയെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനും രോഗിക്കുമെതിരെ ഡോക്ടർ നൽകിയ കേസ് പരാതിക്കാരൻ നിരുപാധികം പിൻവലിച്ചതോടെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. തൃശൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ഇന്ദു P രാജാണ് റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി A അബ്ദുൽ ലത്തീഫിനെയും രോഗിയായ ലത്തീഫ് മൂക്കുതലയെയും വെറുതെ വിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2018 തൃശൂർ മെഡിക്കൽ കോളേജിലാണ് കേസിനാസ്പദമായ സംഭവം. കിഡ്നിയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രോഗിയായ ലത്തീഫ് മൂക്കുതലയെ ഓപ്പറേഷൻ നടത്താൻ കൈക്കൂലി ലഭിക്കാത്തതുകൊണ്ട് അനസ്തേഷ്യ നൽകാതെ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത അന്നത്തെ മെഡിക്കൽ കോളേജ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A അബ്ദുൽ ലത്തീഫിനെതിരെയും രോഗിയായ ലത്തീഫ് മൂക്കുതലയ്ക്കെതിരെയും തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ് കുമാറാണ് കേസ് കൊടുത്തത്. പിന്നീടാണ് ഡോക്ടർ കേസ് നിരുപാധികം പിൻവലിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ നിർമ്മാണ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണവും ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഗുരുവായൂരിന്റെ പശ്ചാത്തല വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം മാനേജർ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും പുതിയ ഫയർ സ്റ്റേഷൻ മന്ദിരത്തിന്റെയും ശിലാസ്ഥാപനം, കൗസ്തുഭം റെസ്റ്റ് ഹൌസ് നവീകരണം, 250 കിലോവാട്ട് സൗരോർജ്ജ പദ്ധതി സമർപ്പണം, ഗജരാജ ഗുരുവായൂർ കേശവൻ ശതാബ്ദി സ്മൃതി, രാമായണം ഇൻ 30 ഡേയ്സ് എന്നീ പുസ്തകങ്ങളുടെ കവർ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. കാവീട് ഗോശാല സന്ദർശിച്ച മന്ത്രി ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു. പുന്നത്തൂർ ആനത്താവളത്തിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം, 10 ആനത്തറകളുടെ നിർമ്മാണോദ്ഘാടനം, പുതുതായി നിർമ്മിച്ച ആനത്തറയുടെ സമർപ്പണം എന്നീ ചടങ്ങുകൾ പുന്നത്തൂർ ആനത്താവളത്തിൽ നടന്നു. NK അക്ബർ MLA, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഇതിനാവശ്യമായ സമ്പത്ത് സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തെ അതിൻ്റെ വികസന വീക്ഷണങ്ങൾ. ഗുരുവായൂർ സ്വദേശിനിയായ മധ്യവയസ്കയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം 6.5 പവൻ സ്വർണവുമായി യുവാവ് മുങ്ങിയതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി വിഷ്ണുവിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ACP TP സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മമ്മിയൂരിലെ ഹോട്ടലിലെത്തി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ നാളെ 356 വിവാഹങ്ങൾക്കായി 6 കല്യാണ മണ്ഡപങ്ങൾ ഒരുക്കും. വിവാഹങ്ങൾ 1 മണിക്കൂർ നേരത്തെ പുലർച്ചെ 4-ന് ആരംഭിക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ 6 ക്ഷേത്രം കോയിമമാരെ നിയോഗിക്കും. വിവാഹ സംഘം നേരത്തെ എത്തി തെക്കേ നടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിൽ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങണം. ഇവർക്ക് ആ പന്തലിൽ തന്നെ വിശ്രമിക്കാം. താലികെട്ടിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. തുടർന്ന് കിഴക്കേ നട മണ്ഡപത്തിലെത്തി ചടങ്ങ് നടത്താം. കല്യാണം കഴിഞ്ഞാൽ വിവാഹ സംഘം ക്ഷേത്രം തെക്കേ നട വഴി മടങ്ങണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരുൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കൂ. തൃശൂർ കോർപ്പറേഷന്റെ പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പഠനമുറി നിർമ്മാണ പദ്ധതിയുടെ 1ാം ഗഡു വിതരണം, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവയാണ് നടന്നത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്യാമള മുരളീധരൻ, സാറാമ റോബ്സൺ, കൌൺസിലർമാരായ രാജശ്രീ ഗോപൻ, P സുകുമാരൻ, AB വർഗീസ്, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർ V പ്രഭിത തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടൂരിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കേച്ചേരി സ്വദേശി രായമരക്കാർ വീട്ടിൽ ഷമീം മകൻ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് മരിച്ചത്. മുണ്ടൂർ സിഗ്നൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ചതുരംഗക്കളത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി സിരിൻ സുവർണ നേട്ടവുമായി മുന്നേറുകയാണ് ഈ 14കാരി. കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ 14 വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയയായി കഴിഞ്ഞു. അണ്ടർ 20 ഗേൾസ് സ്റ്റാൻഡേർഡ്, അണ്ടർ 20 ഗേൾസ് ബ്ലീഡ്സ്, വുമൻസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടിത്തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യ ദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡെ റേറ്റിംഗ് 2221 ഈ റേറ്റിംഗ് പ്രകാരം 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് 4ാം സ്ഥാനവും ഇന്ത്യയിൽ 2ാം സ്ഥാനവും കല്യാണിക്കാണ്. വുമൻസ് ഫിഡെ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് കളിക്കാൻ പോണത്. നല്ല സ്ട്രോങ് ഇവൻ്റ് ആയിരുന്നു. അണ്ടർ 20 ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് കിട്ടി, അണ്ടർ 20 ക്ലാസിക്കലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, പിന്നെ റാപ്പിഡ് പോർഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി. അയൽവാസിയായ ചേട്ടന്മാർ ചെസ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താല്പര്യം ജനിച്ചത്. മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരംഗക്കളിയിൽ പുതിയ താരമായി മാറുകയായിരുന്നു. രഘുനാഥൻ മേനോൻ, EP നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത്. ഇന്ത്യയുടെ 58ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ GA സ്റ്റാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴയ്ക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ്. വൻതുക ചെലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത്. വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നുറപ്പാണ്. TCV കൊടുങ്ങല്ലൂർ. കേരളത്തിൽ ഉടമസ്ഥാവകാശ തർക്കത്തിൽപ്പെട്ട ആനയെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കാമെന്ന് സുപ്രീംകോടതി ജസ്റ്റിസുമാർ. സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ബേല M ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയുമാണ് ഉടമസ്ഥാവകാശ തർക്കത്തിൽപ്പെട്ട നാട്ടാനയായ ഊട്ടോളി രാമനെ തങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത്. ഊട്ടോളി രാമന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം തുടരുകയാണെങ്കിൽ ഗുജറാത്തിൽ അനന്ത് അംബാനി സ്ഥാപിച്ച വൻതാരയ്ക്ക് കൈമാറിക്കൂടെയെന്നാണ് ജസ്റ്റിസ് ബേല M ത്രിവേദി ആരാഞ്ഞത്. ഉത്തര ഗുജറാത്തിലെ പടാൻ സ്വദേശിയാണ് ജസ്റ്റിസ് ബേല M ത്രിവേദി. ഇനി ഓണം വിശേഷങ്ങളിലേക്ക്.
തിരുവോണത്തെ വരവേൽക്കാൻ മുറ്റം അലങ്കരിക്കാനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമാണ് കൊടകര കുംഭാരത്തറയിലെ കുടുംബങ്ങൾ. പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണം നടത്തിവരുന്ന 15ഓളം കുടുംബങ്ങളിലാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടക്കുന്നത്. തിരുവോണ പുലർച്ചെ പ്രതിഷ്ഠിക്കാനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ മെനഞ്ഞെടുക്കുന്നവർക്ക് ആവശ്യക്കാർ കൂടുതലാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മാളുകളിലേക്കടക്കം ഇവിടെ നിന്നുള്ള തൃക്കാക്കരയപ്പൻ കൊണ്ടുപോകുന്നുണ്ട്. ഡിമാൻഡൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ ചോദിച്ചു വേണ്ടി ഓർഡറുണ്ട്. ആ മുന്നത്തെ വില തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളുണ്ട്. കർക്കിടകം പിറക്കുന്നത് തൊട്ട് തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും. ഓരോ വീടുകളിലും തൃക്കാക്കരയപ്പന്റെ 100 കണക്കിന് കളിമൺ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് ലഭ്യമാവാതെ വന്നതോടെ ഓട്ട് കമ്പനികളിൽ നിന്ന് അരച്ചെടുത്ത കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവയുടെ നിർമ്മാണം. പല വലിപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും 7 മുതൽ 13 ഇഞ്ച് വരെ ഉയരമുള്ളവയ്ക്കാണ് കൂടുതൽ ഡിമാൻഡുള്ളത്. ഓണത്തിന് 1 മാസം മുൻപേ കച്ചവടക്കാരെത്തി ഓർഡർ നൽകുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ തൃക്കാക്കരയപ്പൻ പണി തീർക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് 80 രൂപ മുതൽ 250 രൂപ വരെ വിലയിട്ടാണ് വിൽപ്പന. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ നൽകിയാണ് തൃക്കാക്കരയപ്പൻ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ അലങ്കാരങ്ങളോടുകൂടി തൃക്കാക്കരയപ്പൻ നിർമ്മിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെന്നാണ് ഈ തൊഴിൽ ചെയ്യുന്നവരുടെ പരാതി. ഇത്രയും കാലമായിട്ട് അതിനൊരു മാറ്റില്ലേ, വിലയിലും മാറ്റില്ലേ. അതേമാതിരി പറഞ്ഞു വരുമ്പോ മണ്ണിന് അതേ പൈസ തന്നെയാണ്, 39 രൂപ. പിന്നെ വണ്ടി കാശ് അടക്കം ഇങ്ങോട്ട് വരുമ്പോ 50-55 രൂപ. പിന്നെ ആ മണ്ണിന് അവര് കൃത്രിമം കാണിച്ചു തുടങ്ങി. ക്വാളിറ്റിയില്ലേ, അളവിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാലും നമ്മൾ പണ്ടത്തെ സാധനത്തിന് വിലയില്ല. അരച്ചെടുത്ത കളിമൺ ഉപയോഗിച്ച തൃക്കാക്കരയപ്പന്റെ രൂപം മെനഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതിയെങ്കിലും ഇവയ്ക്ക് ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം. വെയിലത്തുണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകും എന്നതിനാൽ തണലിലാണ് ഇവ ഉണക്കിയെടുക്കുന്നത്. ഓണനാളുകളിൽ വഴിയോരങ്ങളിൽ ഇരുന്നാണ് തൃക്കാക്കരയപ്പൻ വിൽപ്പന നടത്തുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഗുണനിലവാരമില്ലാത്ത കളിമണ്ണാണ് ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതെന്ന് ഇവർ പറയുന്നു. നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ല എന്ന സങ്കടവും തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവർ പങ്കുവയ്ക്കുന്നു. കൾച്ചർ ഡെസ്ക് TCV. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ തൃശൂർ DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CU ശാന്ത അധ്യക്ഷത വഹിച്ചു. VK ലതിക, ബാബു ചിങ്ങാരത്ത്, ഷൈനി ബാബു, പ്രീതി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിന്തയും ഭാഷയും ഒരുപോലെ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നും ഭാഷയുടെയും പുസ്തകത്തിന്റെയും അസ്തിത്വം വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണെന്നും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. DC ബുക്സ് സുവർണ ജൂബിലി സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ അക്കാദമിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്ര ഗുഹ സുവർണ ജൂബിലി പ്രഭാഷണം നടത്തി. M മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ബെന്യാമിൻ, സാറ ജോസഫ്, TD രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സാംസ്കാരിക നഗരിക്ക് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് അക്ഷരാർപ്പണം നടത്തി. ചടങ്ങിൽ നോവൽ, കവിത, ലേഖനം, ചരിത്രം, ഓർമ്മക്കുറിപ്പ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട 17 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. തുടർന്ന് മൺമറഞ്ഞുപോയ ഗാനരചയിതാക്കളായ P. വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, യൂസഫ് അലി കേച്ചേരി എന്നിവർക്കുള്ള ആദരണീയമായി ഗാനാർപ്പണവും അരങ്ങേറി. തൃശൂർ നടുവിലാൽ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് രാവിലെ 108 ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നടുവിലാലിൽ മഹാദീപാരാധന, തേരിൽ നഗരപ്രദക്ഷിണം എന്നിവയും തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും ചേർന്ന് നയിച്ച മേജർ സെറ്റ് പാണ്ഡിമേളവും അരങ്ങേറി. തൃശ്ശൂർ സംയുക്ത ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, മണികണ്ഠനാൽ ക്ഷേത്ര മൈതാനത്തിന് സമീപം
വിനായക ചതുർത്ഥി ആഘോഷം സംഘടിപ്പിച്ചു. രാവിലെ വിശേഷാൽ പൂജകളും മിഴി തുറക്കലും നടന്നു. വൈകിട്ട് മേളപ്രമാണി കോടന്നൂർ ഹരിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ഞായറാഴ്ച വൈകിട്ട് 6-ന് മേളപ്രമാണി തൃക്കൂർ ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും. തിങ്കളാഴ്ച വൈകിട്ട് വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയും തുടർന്ന് വാടാനപ്പള്ളി കടൽ തീരത്ത് നിമജ്ജനവും നടക്കും. മലക്കപ്പാറയിൽ വിൽപ്പനയ്ക്കായി ബസ്സിൽ കൊണ്ടുപോയിരുന്ന 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെറ്റിലപ്പാറ സ്വദേശി കണ്ണൻകുന്നി വീട്ടിൽ അയ്യപ്പനെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഫ്രീഡം ഫ്രം ഡ്രഗ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ നിർവഹിച്ചു. 75ഓളം എൻട്രികൾ ലഭിച്ച മത്സരത്തിൽ നിന്നും ഫൈനലിലേക്ക് തിരഞ്ഞെടുത്ത മികച്ച 5 റീൽസുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഗാലപ്പ് പോളിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ, വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3153 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ADGP MR അജിത് കുമാർ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച BJPക്ക് വേണ്ടിയാണെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരൻ. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് ഉദ്യോഗസ്ഥനെ ദൂതരാക്കുന്ന വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തല ഇടപെടൽ ആവശ്യമാണെന്നും ദേവസ്വങ്ങൾ. കുന്നംകുളം ACP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 2 ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷന് KCCL-ന്റെ ആദരം. നൂതന സാങ്കേതിക നെറ്റ്വർക്ക് സംവിധാനമൊരുക്കിയും ജനകീയ പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് കേരള വിഷൻ ചെയർമാൻ PM നാസർ. ദേശീയപാത കുതിരാൻ കല്ലിടുക്കിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വലക്കാവ് മത്തായിച്ചിറ സ്വദേശി എബിനാണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.